ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അംഗൻവാടിയിൽ പോകുന്നൊരു വീഡിയോ ആണ്. അംഗൻവാടിയിൽ അവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ന്യൂട്രിമിക്സ് വാങ്ങുന്ന അമ്മമാർക്കുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താണ് ന്യൂട്രിമിക്സ് കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അംഗൻവാടിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഉടനെ തന്നെ എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി. കാരണം ഞാൻ അംഗൻവാടിയിൽ ന്യൂട്രിമിക്സിനെ കൊണ്ട് ഞാനാകെ ഉണ്ട മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു ഈ കുറുക്ക് പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാക്കും, അല്ലാണ്ട് വേറൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കി. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എനിക്കത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനത് യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. കുറേ യൂട്യൂബിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ന്യൂട്രിമിക്സ് കൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷേങ്കിൽ ഞാൻ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ബാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നും അറിയില്ല, കാരണം ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമുള്ള സാധനമാണ്, മധുരമുള്ള ഒരു പൊടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ ഇത്ര ടേസ്റ്റ് ആവുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ആയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരം തന്നെയാണ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കുറച്ചൊന്ന് ഇടുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇനി അതുകൊണ്ട് അംഗൻവാടിയിൽ പോകണം. അപ്പോൾ എന്താണെന്ന് അറിയില്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ ആക്കിയതിപ്പോൾ എങ്ങനെയെങ്കിലും തീർക്കണം. പിന്നെ അതിൽ ക്യാരറ്റും ഗ്രീൻ പീസും എല്ലാം ചേർത്തിന്. കാരണം കുട്ടികൾക്ക് ഈ വെറുതെ അങ്ങ് ന്യൂട്രിമിക്സ് തിന്നുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് പിന്നെ ഇലക്കറികളും പച്ചക്കറികൾ അങ്ങനെയുള്ളത് സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ആക്കിയത് ഇനി തിന്നോ ഇല്ലയോ ഒന്നും അറിയില്ല, എന്തായാലും തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം. ഞാൻ ഒരിക്കൽ വിചാരിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയ ശേഷം പിന്നെ അതിൻ്റെ അകത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ല നമ്മളെ ഫ്രൈഡ് റൈസിലെല്ലാം കിട്ടും പോലെ അങ്ങനെ ആക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഗ്രീൻ പീസും ക്യാരറ്റും എല്ലാം ഇട്ട് പിന്നെ മുട്ടയും കൂടി ഇട്ട് നോക്കുമ്പോൾ പിന്നെ ടേസ്റ്റ് ഒന്ന് ഒരു മധുരവും ഇതിൻ്റെ കൂടെ മുട്ടേൻ്റെ ടേസ്റ്റും കൂടി എല്ലാം കൂടി സെറ്റാവുമോ എന്ന് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ആക്കിയിട്ട് പിന്നെ കളയാനും കഴിയില്ല. ഗ്രീൻ പീസും ക്യാരറ്റും ആകുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് തിന്നു പോകും. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ മുട്ട ചേർത്തിട്ടില്ല. ഒരിക്കൽ എനിക്ക് തോന്നിയില്ല മുട്ട ചേർക്കാമെന്ന്. പിന്നെ അപ്പോൾ ഇനി എന്താകും എന്നറിയില്ല. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ്. ഉപ്പുമാവ് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഞാൻ കുറച്ചൊരളവിലധികം ഞാൻ വെള്ളത്തിൽ പിന്നെ ഇങ്ങനെ പുതിർത്തി വെച്ചിനായിരുന്നു. അപ്പോൾ അത് പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ പീസ് കടിക്കാൻ എന്നുള്ള രീതിയിലെങ്കിലും ഇത് തിന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ. അതുകൊണ്ട് അതങ്ങനെ റെഡിയായി വെച്ച് ഇനിയിപ്പോൾ ക്യാരറ്റും കറിവേപ്പിലെല്ലാം കൊണ്ട് ഇത് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം അംഗൻവാടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുമാണ് നമ്മൾ ഗാർണിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഉപ്പുമാവെല്ലാം ആക്കി എടുത്ത് നമ്മളിതാ അംഗൻവാടിയിലേക്ക് പോക്കായി. റോഡ് ടാറിങ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നടക്കാൻ കഴിയുമോയെന്നറിയില്ല, റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ടാറിങ്ങിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. റോഡിപ്പം ഇതിട്ട് നിരത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടി നടന്ന മിക്സിങ് എല്ലാം. ഗൈസ് അവിടെ കാമനെ ആക്കിയിട്ടുണ്ട്. ഇന്ന് പൂരായുണ്ട്. ആടെയുണ്ട് കേട്ടോ. നീ ചക്കേരീൻ്റെ പേര് നടന്നാട്ടെ. ഇതാ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് കാമന ഉണ്ടാ. ആള് വന്നായിരിക്കുവാ കുറേ. പിന്നെ ആരും വന്നിട്ടില്ല അല്ലേ. അംഗൻവാടി എത്താനായി. ഇതാണ് ആ കാണുന്ന അംഗൻവാടി. ഓ ഇതേ ചക്കി ചക്കിയിട്ട് കൈ പിടിക്കും പാടാണ്. നമ്മളതിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളത്. കാമൻ്റെ വീഡിയോ എടുക്കുക. എവിടെ കാമനുണ്ടാ? നോക്കട്ടെ. ഒന്നുമില്ല, കാമൻ്റെ വീഡിയോ എടുക്കാനാ. അന്നേരം ഇത് രണ്ട് അല്ല, ഇത് രണ്ടെണ്ണ ആക്കൂലോ. ഇത് 3 പൂവ് അല്ല
ഈ ഇറയത്ത് 3 കാമൻ വേണ്ട, ഇരട്ടിയാകത് ഇരട്ടിയാകാതെ അത്ര ഇടാ. അപ്പൊ ഇത് ഇരട്ടിയല്ലേ? എല്ലാം കൂടി ഇരട്ട. ഓ അങ്ങനെ അങ്ങനെ. ആ നാടൻ പൂവ്, അത് 4ാമത്തെ പൂവ്, ഇത് 5ാമത്തെ പൂവ്, ഇത് 6ാമത്തെ പൂവ്, ഇത് 7ാമത്തെ പൂവ്. ഞാൻ ഇതൊന്നും മോഡലാക്കിയില്ല. എല്ലാ കൊല്ലം എല്ലാം നല്ല വൃത്തിയിലാക്കലുണ്ട്. ചാണകക്കാമന എത്ര എണ്ണം 4 നമ്മള് ചെറിയ പ്രായത്തില് ബേക്കറിയെല്ലാം കൊടുക്കുമ്പോഴാണ് പിന്നീട് കുട്ടികൾക്ക് അത് മാത്രം അപ്പൊ അവരെല്ലാം എടുത്ത് റെഡിയാക്കും. ഇനി ഓരോരാൾക്ക് തരും. പിള്ളേർ കൊടുത്തണേ ഐസും വാങ്ങി തിന്നോണ്ട്. വേണ്ടേ ഇന്നത്തെ ആള് നമ്മളെ കാണുന്നുണ്ടാവും. നായുണ്ട് കേട്ടോ. എന്തിന് ഞാനെന്നാ വെളിച്ചപ്പാടുന്ന വെളിച്ചപ്പാട് ഫ്രണ്ട് അങ്ങോട്ടല്ലേ? അപ്പൊ ഞാൻ ആളില്ലാതെ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. എങ്ങനെയാ? അതെ, നമ്മളിത് മറ്റേ വെളിച്ചപ്പാട് കയറുന്ന മാതിരി കാമനുള്ള വീട്ടിലെല്ലാം കേറിയിട്ട് വീഡിയോ എടുക്കണം. നല്ല രസമുണ്ടല്ലേ? പോകാ ഗൈസ്. നമ്മളങ്ങനെ അംഗൻവാടിയിൽ നിന്ന് മടങ്ങി കേട്ടോ. വരുന്ന വഴിക്കാന്ന് ആ വീട്ടിൽ കയറിയിട്ട് വീഡിയോ എടുത്തതാ. വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല, വാതിലടച്ചിട്ടുണ്ടായ. ഞാൻ കയറി വീഡിയോ എടുത്ത്. കാല് പറ്റുന്നുണ്ട് കേട്ടാ. ചെരുപ്പ് മൊത്തത്തിൽ ഇങ്ങനെ പറ്റുന്നുണ്ട്. അള്ളാൻ്റെ പടച്ചോനെ, അയ്യോ താറ വെച്ച് ചാടാൻ വേറെ വഴിയില്ല. അയ്യോ എൻ്റെ ചെരുപ്പിൻ്റെ കോല എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒട്ടി ഒട്ടി വരുന്ന ഗൈസ്. പുതിയ ചെരുപ്പാ? എൻ്റെതും പുതിയ തന്നെ. ആ അമ്മയും മോളും നോക്കി ഒരു താറിലൂട്ടിയാ നടക്കുന്നുള്ളൊരു ബോധം. ഈ സൈഡില് താറ് നല്ലോണം ഉരുകിയ പോലെ ഉള്ളത് കേട്ടാ. അപ്പൊ ഗൈസ് ഇതാ നമ്മളിത് അമൃതം പൊടിയുണ്ട്. പിന്നെ പീടിയെന്ന് കുറച്ച് സാധനം വാങ്ങിന്ന് ഇതാക്കണം, എന്താ അടയാക്കണം. ഇന്ന് പൂരല്ലേ, അപ്പോൾ അടയാക്കണം. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങി എല്ലാം നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ച് പോക്കായി. എൻ്റെ ആ താറിട്ട റോഡിൽ നിന്ന് കംപ്ലീറ്റ് ചെരുപ്പിന് താറായി. പിന്നെ അതിങ്ങനെ മേലെ കൂടി ഇങ്ങനെ പൊടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ടാറ്റാ ബൈ ഗൈസ്. അപ്പോഴേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് 2 കളിക്കാൻ പോകാൻ റെഡി ആയതാണ്. അപ്പോഴേക്ക് ഇന്ന് കളിയില്ല പോലും. അപ്പോൾ 2 ശശിയായി, ശശിക്കുട്ടന്മാരായി. കളർ മാറുന്ന പൂട്ടാ, റോസ് കളർ പോലെ ആയല്ലേ ഇപ്പോൾ. വെള്ള അത് പിങ്ക് പോലെ, പക്ഷെ അത് അതെ പക്ഷെ മിസ്റ്റർ നാനൂസ്